ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു പുതിയൊരു അൺബോക്സിങ്ങിലേക്കാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളൊരു തൊഷിബയുടെ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിനെയാണ് നമ്മൾ ഇന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. തൊഷിബ കാൻവിയോ ബേസിക്സ് എന്നാണ് ഈ പോർട്ടബിൾ സ്റ്റോറേജിന്റെ ഫുൾ നെയിം. ഇത് ഏകദേശം 2 TB ആണ് ഇതിന്റെ സ്പേസ് എന്ന് പറയുന്നത്. ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിന്റെ പ്രൈസ് ഏകദേശം 5599 ഇതിന്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആമസോണിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസും പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസും അറിയാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇതിന്റെ സ്പെക്സ് ഒക്കെ നോക്കാം. ഇതൊന്ന് നമുക്കിപ്പോ ഇതിലുപയോഗിച്ച് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഡ്രാഗ് ചെയ്ത് തന്നെ പിക്ചേഴ്സ് ഒക്കെ ഡ്രാഗ് ചെയ്ത് തന്നെ നമുക്ക് കൊണ്ട് ഹാർഡ് ഡിസ്കിൽ ഇടാവുന്നതാണ്. പിന്നെ നമുക്ക് ഗെയിം കളിക്കണമെങ്കിൽ, ഇപ്പോൾ സ്റ്റോറേജ് ഇല്ലെങ്കിൽ നമുക്ക് ഗെയിം കളിക്കണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് പ്ലഗ് ചെയ്ത് നമുക്ക് കളിക്കാവുന്നതാണ്. പിന്നെ 3 year ലിമിറ്റഡ് വാറണ്ടി തരുന്നുണ്ട് ഇവര്. പിന്നെ വേറെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് കമ്പാറ്റബിലിറ്റി ആയിട്ടുള്ള ഡിവൈസസ് ആണ്. ഇത് വിൻഡോസ് 10ലും വിൻഡോസ് 8.1ലും ഇത് വർക്ക് ആവുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മാക് OSലും ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് USB ജനറേഷൻ എന്ന് പറഞ്ഞാൽ 3.2 Gen ആണ് വരുന്നത്. A2 മൈക്രോ B ആണ് ഇതിന്റെ കേബിളും വരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ വേറെ ഒന്നും അകത്തില്ല. അപ്പോൾ ബോക്സിനോട് വരുന്നതെന്ന് പറയുന്നത് ഒരു ഗ്യാരണ്ടി സ്റ്റേറ്റ്മെന്റിന്റെ ഒരു കാർഡാണ്. പിന്നെ ഒരു യൂസർ മാനുവലും വരുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇത് പറഞ്ഞു തരാം. യൂസർ മാനുവൽസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ കേബിളാണ്. ഇതാണ് ടൈപ്പ് എ എന്ന് പറയുന്ന പോർട്ട്. ഇത് ടൈപ്പ് എ എന്ന് പറയുന്ന പോർട്ട്. ഇത് ടൈപ്പ് നമ്മുടെ ഇതാണ് USB ആണ്, USB പോർട്ട്. ദെൻ ഇനി നമുക്ക് ഹാർഡ് ഡിസ്ക് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് പോർട്ടബിൾ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇത് ഏകദേശം നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. നല്ല വെയിറ്റ് ഒന്നുമില്ല. നമ്മളെ നോർമൽ ഇന്റേണൽ ഹാർഡ് ഡിസ്കിനെക്കാട്ടിയും എത്രയോ നല്ലൊരു സൈസും ചെറുതാണ്, ലൈറ്റ് വെയിറ്റും ആണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ ഹാൻഡിൽ ഒതുങ്ങുന്നതാണ്. ഹാൻഡ് ഫ്രീ ആണ് സാധനം. നമ്മൾ കയ്യിൽ തന്നെ ഒതുങ്ങും. നല്ല കംഫർട്ടബിൾ ആണ്. കൊണ്ട് നടക്കാൻ ഒരു കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു. ഞാൻ പിടിച്ച സമയത്ത് ഓക്കെയാണ്, എനിക്ക് കംഫർട്ടാണ്, കുഴപ്പമില്ല. പിന്നെ ഇവിടെയാണ് ടൈപ്പ് എ കണക്ട് ചെയ്യുക. എന്നിട്ട് USB ലാപ്പോ സിസ്റ്റത്തിലോ ഡിവൈസിലോ കണക്ട് ചെയ്യുന്നത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്ത തോഷിബ മോഡൽ ഇവിടെ ഉണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമുക്കിത് ഞാനിതൊന്ന് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ലൈറ്റ് ഇതാണ്. അപ്പോൾ നമുക്ക് LED ഇതും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡിസൈനൊക്കെ നല്ലൊരു ക്വാളിറ്റി ഡിസൈനാണ്. വലിയ ഇതൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഡിസൈനാണ്. നമുക്ക് ഇതിന്റെ സ്പീഡ് ചെക്ക് നമുക്ക് സിസ്റ്റത്തിലിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ സിസ്റ്റത്തിലേക്ക് ഇത് കണക്ട് ചെയ്യാം. നമുക്ക് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ സ്ക്രീനിൽ വരെ നോക്കുക. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുക. തോഷിബ XT എന്ന് പറയുന്ന ഒരു സിസ്റ്റം. ഇത് ഏകദേശം 2 TB ആണ് ഇതിന്റെ സൈസ്. പക്ഷെ നമുക്ക് കിട്ടുന്നത് 1.81 TB മാത്രമേ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാർഡ് ഡ്രൈവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഹാർഡ് ഡ്രൈവിൽ നമുക്കൊരു ഫയൽ നമുക്കിവിടെ ഒരു ഫയൽ ഹാർഡ് ഡ്രൈവിൽ കൊണ്ടിടണം. ഹാർഡ് ഡ്രൈവിൽ കൊണ്ടിടാൻ വേണ്ടി ഞാൻ ഈ ഒരു ഫോൾഡർ കോപ്പി ചെയ്യുന്നു. ഈ ഒരു ഫോൾഡർ ഞാൻ കോപ്പി ചെയ്തിട്ട് ഹാർഡ് ഡ്രൈവിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ കയറുന്ന ഒരു സ്പീഡ് ഏകദേശം എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 130, 140, 140 ഉണ്ട്. അപ്പം ഇതിന്റെ സ്പീഡ് എങ്ങനെയാണെന്ന് നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ക്രിസ്റ്റൽ ഡിസ്ക് മാർക്ക് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഈ ഫയൽ സെലക്ട് ചെയ്യുക.
ഇതിൽ നമ്മൾ ഏത് ഫയലാണോ വേണ്ടത് സെലക്ട് ചെയ്യുക. നമുക്കിപ്പോൾ ഫയൽ സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് Toshiba എന്ന് പറയുന്ന ഫയലാണ് നമുക്ക് ആ ഒരു ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ റീഡ് സ്പീഡും റൈറ്റ് സ്പീഡും ആണ് ഇവിടെ ചെക്ക് ചെയ്യാൻ പോകേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എല്ലാം ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ആൾ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 5 ടെസ്റ്റാണ് ഇതിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ റൈറ്റിംഗ് സ്പീഡും ഇതിൻ്റെ റീഡ് സ്പീഡും നമുക്ക് എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് റീഡിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 153.09 MB/s ആണ് ഫസ്റ്റ് റീഡിംഗ് സ്പീഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് റീഡിംഗ് സ്പീഡ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതെന്ന് പറയുന്നത് ഓരോ റേറ്റിംഗ് ആണ് കേട്ടോ. ഒരു 8K 4K 2K അങ്ങനെ ഒരു റേറ്റ് വെച്ചിട്ടാണ് ഇത് തരംതിരിക്കുന്നത്. അപ്പോൾ ഓരോ ഫയലിന്റെ സൈസ് നോക്കിയിട്ടാണ് അത് റീഡ് എടുക്കുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ എങ്ങനെയാണ് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്പീഡും ഏകദേശം ഒരു 152.25. അപ്പോൾ ഒന്നിൽ അപേക്ഷിച്ച് ഒരു 1 Mbps ഒരു ചേഞ്ച് മാത്രമേ അവിടെ വരുന്നുള്ളൂ. 1 Mbps ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ റീഡിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 0.57 ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് 1 Mbps താഴെയാണ്. പക്ഷെ നമുക്ക് ആ ഒരു ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഫസ്റ്റത്തെ ഒരു സീക്വൻസ് മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. 153 അതാണ് നമ്മുടെ മെയിൻ റീഡിംഗ് സ്പീഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് റൈറ്റിംഗ് സ്പീഡിലേക്ക് പോകാം. അതിപ്പോൾ റൈറ്റിംഗ് സ്പീഡ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ റൈറ്റിംഗ് സ്പീഡ് ഏകദേശം നമുക്ക് 156 162 ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ റൈറ്റിംഗ് സീക്വൻഷ്യൽ റൈറ്റിംഗ് സ്പീഡ് എന്ന് പറയുന്നത് 162.53 ആണ്. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡത്തെ സീക്വൻഷ്യൽ റൈറ്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 156 ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആവറേജ് റേഞ്ചിലായിരിക്കും നമുക്ക് റീഡ് സ്പീഡും കിട്ടുന്നത്. പിന്നെ 153 മുതൽ 152 വരെ ആയിരിക്കും നമുക്ക് റീഡ് സ്പീഡും കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു ബെറ്റർ എന്താ പറയുക, ഒരു ഫയൽസ് ഒക്കെ കോപ്പി ചെയ്യാൻ വേണ്ടി അത്യാവശ്യം ഒരു സ്പീഡുള്ള ഒരു ഹാർഡ് ഡ്രൈവും കൂടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ പ്രോഡക്ട്സുകൾ എങ്ങനെ ഞാൻ അൺബോക്സ് ചെയ്യുക, അതിന്റെ ഫസ്റ്റ് റിവ്യൂയും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ ഫ്രണ്ട്സ്.